എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചെടിയെ നമ്മളിങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുമ്പോൾ കൂടെ അതിനിങ്ങനെ തണ്ടുകൾ മുകളിലേക്ക് വളർന്ന് ഇതുപോലെ വരുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം അതിൻ്റെ താഴേന്ന് ഇലകളൊന്നുമില്ല കേട്ടോ, ഒരു കമ്പ് ഇങ്ങനെ നീളത്തിൽ വളർന്നു വരിക. അതിൻ്റെ അറ്റത്ത് പണ്ടത്തെ നമ്മുടെ കോളാമ്പി മൈക്ക് പോലെയുള്ള 2 മൈക്ക് പോലെ ഇങ്ങനെ നീണ്ട് ഇലകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷേ അതിങ്ങനെ പൊങ്ങിപ്പോയാൽ നമ്മുടെ ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കതിനെ ചെടിച്ചട്ടി നിറയെ നമുക്കിങ്ങനെ പടർത്തിയെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായപ്പോഴും നമ്മളതിനെ കട്ട് ചെയ്ത് ഒരു കവറിനകത്ത് വെച്ച് വേര് പിടിപ്പിച്ചെടുത്തായിരുന്നു. അപ്പം നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം ഈ ചെടിയെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മളതുപോലെ കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ പിടിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് സംശയമായിരുന്നു. എന്തായാലും 3 കമ്പുകൾ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടി. അതിനുശേഷം നമ്മളൊരു ചെടിച്ചട്ടിയിലേക്ക് അതിനെ മാറ്റി നട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെ കാണിക്കാം. അപ്പോൾ അന്ന് ചെയ്തതുപോലെ തന്നെ ഈ കമ്പുകളും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒത്തിരി പൊക്കി വെച്ച് കട്ട് ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ ചെടി പടർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇച്ചിരി താഴ്ത്തി വെച്ചാണ് കേട്ടോ നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ 2 കമ്പുകളും കട്ട് ചെയ്തെടുത്തു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിലേക്ക് ഒരു കമ്പ് കൊണ്ട് 2 കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മളിത് നട്ടു വെക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ കുഴിയെടുത്ത് 2 കമ്പുകളും നമ്മൾ അതിനകത്തേക്ക് നട്ടു വെച്ചു. അപ്പോൾ ഉണങ്ങിപ്പോകാതെ കഴിഞ്ഞ പ്രാവശ്യം വേര് പിടിച്ച് കിട്ടിയായിരുന്നു. അതുപോലെ ഈ പ്രാവശ്യവും വേര് പിടിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് നമുക്ക് പൈസ കൊടുത്ത് ചെടികൾ വാങ്ങാതെ നമ്മുടെ ഗാർഡൻ നമുക്ക് നിറച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നട്ട് കഴിഞ്ഞപ്പോൾ ഒരു കമ്പിന് മാത്രം ഒത്തിരി നീളം കൂടി നിൽക്കായിരുന്നു. അപ്പോൾ അതിനെ ഒന്നുകൂടെ കട്ട് ചെയ്തു. അങ്ങനെ 2 പീസാക്കിയിട്ട് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേര് പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച ചെടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങളും ഇതുപോലൊരു ശ്രമം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്ക് വെളിയിൽ നിന്നും പൈസ കൊടുക്കാതെ നമ്മുടെ ഗാർഡൻ നമുക്ക് ഫുള്ളാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.